കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാനിലാകട്ടെ തങ്ങളുടെ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തി കടം വീട്ടാമെന്ന വെല്ലുവിളി നടത്തി ദിവസങ്ങൾ പിന്നിടും മുൻപേ തന്നെ ഇപ്പോൾ പാകിസ്ഥാന്റെ ആയുധങ്ങൾ വാങ്ങാൻ ഇന്തോനേഷ്യ താല്പര്യം പ്രകടിപ്പിച്ചതായി തന്നെ അവർ രംഗത്ത് വരുന്നതായി തന്നെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ തങ്ങളുടെ മുഖം രക്ഷിക്കാനുള്ള ചെപ്പടി വിദ്യകൾ പയറ്റുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള പ്രതിരോധ ബന്ധം നിരവധി മേഖലകളിൽ വികസിപ്പിക്കാനുള്ള ആഗ്രഹം ഇന്തോനേഷ്യ പ്രകടിപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആർമി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രിയാകട്ടെ അവിടെ പാകിസ്ഥാൻ സന്ദർശിക്കുന്ന തിരക്കിലാണ്. അദ്ദേഹമാകട്ടെ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറുമായി തന്നെ മാത്രമല്ല മറ്റ് അവിടുത്തെ ആർമി ഉദ്യോഗസ്ഥരുമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ആയുധ ഇടപാടുകൾ പാകിസ്ഥാൻ അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. എന്നാൽ ഇരു രാജ്യങ്ങളും JF-17 യുദ്ധവിമാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഈ ഒരു യുദ്ധവിമാനമാകട്ടെ അതിൽ ചൈനയ്ക്കാണ് ഏറെ പങ്കുള്ളത്. ആയതിനാൽ തന്നെ പാകിസ്ഥാൻമേൽ അത് എത്രത്തോളം അവർക്ക് സാമ്പത്തികമായി തന്നെ പിന്തുണ നൽകുമെന്നതും ഒരു ചോദ്യചിഹ്നമാണ്. സമീപ വർഷങ്ങളിൽ നിരവധി രാജ്യവുമായി തന്നെ പാകിസ്ഥാൻ ഈ ജെറ്റിനായി തന്നെ കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പരിചയമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ വ്യോമസേനാ മേധാവിയുമായി തന്നെ യുദ്ധവിമാനങ്ങളും കില്ലർ ഡ്രോണുകളും വാങ്ങുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയതായും സൂചിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനും ചൈനയും സംയുക്തമായി വികസിപ്പിച്ചെടുക്കുന്ന മൾട്ടി റോൾ യുദ്ധവിമാനമായ JF-17 യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാറിൽ ഇന്തോനേഷ്യ പണ്ട് മുതൽ തന്നെ കണ്ണുവെക്കുന്നതാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഷാപ്പർ ഡ്രോണുകൾ ഇന്തോനേഷ്യയും ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ചർച്ചകൾ പുരോഗമിക്കുന്നതും അത് നിരവധി വിഷയങ്ങളിൽ അന്തിമമാക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് വ്യക്തമാകുന്നത്. പാകിസ്ഥാനിൽ നിന്ന് 40-ലധികം JF-17 ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള ഇന്തോനേഷ്യയുടെ കരാർ ഉടൻ തന്നെ അന്തിമമാകുമെന്നും അവകാശപ്പെടുന്നുണ്ട്. നിരീക്ഷണത്തിനും ലക്ഷ്യാക്രമണത്തിനുമായി തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പാകിസ്ഥാന്റെ ഷാപ്പർ ഡ്രോണുകളും ഇന്തോനേഷ്യൻ സർക്കാരിന് വലിയ രീതിയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. JF-17 തണ്ടർ ജെറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇന്തോനേഷ്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയറിംഗ് ജീവനക്കാർക്കും പരിശീലനം എന്നിവയെക്കുറിച്ചുള്ള കരാറുകൾ പാകിസ്ഥാൻ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും സൈനിക സംഭരണം ചർച്ചയുമായി തന്നെ പരിചയമുള്ള ഒരു സുരക്ഷാ വൃത്തമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ കോടിക്കണക്കിന് രൂപയുടെ കരാർ പരിഗണനയിലാണ് എന്നതാണ് വിരമിച്ച എയർ മാർഷലായ അസീം സുലൈമാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.